ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ എക്സ്പെക്ടേഷൻസും ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായി പതിവ് പോലെ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ എത്തുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അഡ്ല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ആദ്യം തന്നെ നമുക്ക് യു എസ് വിപണിയിലേക്ക് പോകാം. യു എസ് വിപണിയെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു നോട്ടിലായിരുന്നു പ്രധാനപ്പെട്ട സൂചികളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെയും ഡൗ ജോൺസിലെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 2020 ശേഷമുള്ള ലോങ്ങസ്റ്റ് ലൂസിംഗ് സ്ട്രീക്കിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീക്കിലേക്ക് എത്തുമ്പോൾ FOMC യോഗ തീരുമാനങ്ങൾ നടക്കാനിരിക്കുകയാണ്. യു എസ് ഫൈനാൻഷ്യൽ കലണ്ടറിലെ അവസാനത്തെ FOMC യോഗ തീരുമാനങ്ങൾ കൂടിയാണ്. ഏകദേശം ഒരു 25 ബേസിസ് പോയിന്റ്സിൻ്റെ കട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ യു എസ് സൂചികകളെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഡിസംബർ 4 ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു നേരിയ സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ഒരു എത്ര ദിവസം ഡൗ ജോൺസ് ഇൻഡെക്സ് കറക്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പറഞ്ഞ വളരെ ശരിയാ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ലൂസിംഗ് സ്ട്രീക്സ് എന്ന് തന്നെ പറയാം. ബട്ട് എങ്കിലും ഓരോ ദിവസവും ഡൗ ജോൺസ് ഇൻഡെക്സിൽ നമ്മൾ കാണുന്നത് വളരെ മൈനർ ആയിട്ടുള്ള ഒരു കറക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. ആൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഒരു മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 43,500 43,600. ആ ഒരു സപ്പോർട്ടിന് താഴോട്ട് പോയാൽ മാത്രമേ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കത്തുള്ളൂ. സോ ഈ ആഴ്ച ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് വി ഷുഡ് ബി സീയിങ് ഷോർട്ട് കവറിംഗ് ഇൻ ദ ഡൗ ജോൺസ് ഇൻഡെക്സ്. അങ്ങനെ ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 44,400 റെസിസ്റ്റൻസ് ആയിരിക്കും ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ വീണ്ടും നമുക്ക് വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയിരുന്നു. ബട്ട് കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും കാര്യമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ വരുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 21,500 പോയിന്റിന്റെ സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ്, അതിനോടൊപ്പം തന്നെ കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി എത്തുകയാണ്. കമ്മോഡിറ്റി മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ ഒരു ലോ ടോണിലാണ് അല്ലെങ്കിൽ നെഗറ്റീവ് ടോണിലാണ് പ്രധാനമായിട്ടും ക്രൂഡിൽ ട്രേഡിംഗ് നടത്തി വരുന്നത്. WTI ക്രൂഡിൻ്റെ ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുമ്പോൾ 1% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നത്. $70.48 എന്ന നിലയിലാണ് WTIയുടെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നടക്കുന്നത്. ബ്രെൻഡിൻ്റെ ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുകയാണെങ്കിലും 0.43% ഇടിവിൽ 74.19 എന്നൊരു നിലയിലുമാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. US റഷ്യയ്ക്ക് മേൽ കൂടുതൽ സാങ്ഷൻ ഏർപ്പെടുത്തുന്നു എന്നടക്കമുള്ള ആ പോസിറ്റീവ് ന്യൂസുകളൊന്നും പ്രധാനമായിട്ടും ക്രൂഡിൽ കാര്യമായിട്ടൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. ക്രൂഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ക്രൂഡിന്റെ കേസിലെ ട്രെൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് തുടരുന്നത്. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴാഴ്ച ട്രേഡിംഗ് ഒഴികെ ബാക്കി 4 ട്രേഡിംഗ് സെഷൻസിലും WTI ക്രൂഡിൽ നമുക്ക് നേട്ടമായിരുന്നു കാണാൻ സാധിച്ചത്. വെള്ളിയാഴ്ചത്തെ ട്രേഡിൽ WTI ക്രൂഡ് $71 ലെവൽ വരെ എത്തിയിരുന്നു. നമ്മുടെ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് 71 മുതൽ $72 വരെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ്. സോ നാച്ചുറലി കഴിഞ്ഞ 5-6 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടിരിക്കുന്ന നേട്ടത്തെ തുടർന്ന് ഇന്ന് ഇപ്പോൾ വി ആർ സീയിങ് എ സ്മോൾ പ്രോഫിറ്റ് ടേക്കിംഗ്. ബട്ട് ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $72. $72 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ $2 മുതൽ $4 നേട്ടം ക്രൂഡിൽ എക്സ്പെക്ട് ചെയ്യാം. യെസ്, അപ്പം ഗോൾഡിലേക്ക് കൂടി വരികയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടും ഇന്നിപ്പോൾ ഒരു ഫ്ലാറ്റ് ലോ മാർജിനിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. അതും ഗോൾഡിൻ്റെ ഫ്യൂച്ചേഴ്സിനെ സംബന്ധിച്ചിട്ടാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ $2,670.41 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്. കൂടുതലായിട്ടും ഒരു കൺസോൾഡേറ്റ് അല്ലെങ്കിൽ സൈഡ് വേസ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഇന്നത്തെ ഏർലി അവേഴ്സ് തൊട്ട് നമുക്ക് ഗോൾഡിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ളൊരു വ്യൂ എന്താണ്? ഈ സ്വർണത്തിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. സ്വർണത്തിലെ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നമുക്ക് നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,620 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ബട്ട് ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ പുതിയ ഒരു ബൈങ് അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല.
ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റി 50-ൽ കാണാൻ സാധിച്ചിരുന്നത്. തുടക്കത്തിൽ ഒരു ഷോർട്ട് കവറിംഗ് നേരിട്ടുകൊണ്ട് ഒരു ഘട്ടത്തിൽ 24,180.8 എന്നൊരു നില വരെ ഇടിഞ്ഞതിനു ശേഷം അവിടെ നിന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു ബൗൺസ് ബാക്ക് ആണ് നിഫ്റ്റി 50 നടത്തിയിരുന്നത്. 24,792.3 എന്നൊരു ഡേ ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് 24,768.3 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതായത് ഡേ ഹൈക്ക് വളരെ അടുത്ത് നിന്നുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50-ൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ട്രെൻഡ് അനാലിസിസ് എന്താണ്? അല്ല, എൻ്റെ വ്യൂ ഓൺ ദ നിഫ്റ്റി 50 കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് ഇറ്റ് ഹാസ് കണ്ടിന്യൂ ടു ബി ബുള്ളിഷ്. ആ ഒരു അഭിപ്രായത്തിൽ ഒരു മാറ്റവും ഇല്ല. നിഫ്റ്റി 50യുടെ കേസിൽ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു മേജർ സപ്പോർട്ടായിട്ട് 24,150 പോയിന്റ് ആൻഡ് ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 25,000 പോയിന്റ്. 25,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 25,300, അതിനുശേഷം 25,700, അതിനുശേഷം 26,000 പോയിന്റ്. യെസ്, ഒപ്പം നിഫ്റ്റി ബാങ്കിലേക്കൂടി വരികയാണ്. ഏകദേശം നിഫ്റ്റിക്ക് സമാനമായിട്ടുള്ള മൂവ്മെൻറ്റ് തന്നെയാണ് ഇൻട്രാഡേയിൽ നിഫ്റ്റി ബാങ്കിലും നടന്നിരിക്കുന്നത്. ഒരു ഏർലി അവേഴ്സിൽ വളരെ ശക്തമായിട്ടുള്ളൊരു സെൽ ഓഫ് നേരിട്ടതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് ഒരു ബൗൺസ് ബാക്ക് നടത്തുന്ന സൂചികയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഏകദേശം 1000 പോയിൻറ്റ്സിലധികം ഒരു മൂവ്മെൻ്റ് ആണ് ഇൻട്രാഡേയിൽ നിഫ്റ്റി ബാങ്ക് സൂചികയിലും നടന്നിരിക്കുന്നത്. 53,583.8 എന്നൊരു നിലയിലാണ് വെള്ളിയാഴ്ചത്തെ നിഫ്റ്റി ബാങ്ക് സൂചികയുടെ ക്ലോസിംഗ്. നിഫ്റ്റി ബാങ്കിലുള്ള മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഇപ്പോൾ കാണുന്നത് 52,000 പോയിന്റ്. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് നമ്മളെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് താമസിക്കാതെ തന്നെ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകാൻ നല്ല സെറ്റപ്പാണ് നിഫ്റ്റി ബാങ്കിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഒരു മേജർ റെസിസ്റ്റൻസ് 54,300 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു സി എ ഓൾ ടൈം ഹൈ. ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 55,300 പോയിന്റും അതിനുശേഷം 56,000 പോയിന്റിലും ആയിരിക്കും. ഇതിൽ ഏറ്റവും നല്ല ബുള്ളിഷ് സെറ്റപ്സ് കാണാൻ സാധിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരികയാണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ആദ്യമായിട്ട് CI ഓട്ടോമോട്ടീവ് ഇന്ത്യ എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം അത്രയധികം നേട്ടം ബെഞ്ച്മാർക്ക് സൂചിക നടത്തിയിട്ട് പോലും 1% ഇടിവിലായിരുന്നു CIയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു വീക്കിൽ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഡിസംബർ 13-ന് ഒരു ഗ്യാപ്പ് ഡൗണിൽ ആരംഭിച്ച സൂചിക പിന്നീട് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാതെ കൂടുതലായിട്ടും ആ ഒരു സൈഡ് വേസ് ആയിട്ട് തന്നെയായിരുന്നു മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ CI ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? CI ആദ്യം തന്നെ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ളൊരു കാര്യം മറക്കരുത്. ബട്ട് CIയുടെ കേസിൽ നമുക്ക് അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നവംബർ 2nd വീക്കിന് ശേഷം ഈ സ്റ്റോക്കിൽ നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരു മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 485 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ് 504 രൂപ. 504ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് റെസിസ്റ്റൻസ് 520, അതിനുശേഷം 540. 540ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറും. യെസ്, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ താങ്കൾ ഗെയിലുമായി ബന്ധപ്പെട്ടുള്ള ചില അപ്ഡേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗെയിലിനെ സംബന്ധിച്ചിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു ലോ മാർജിനിലായിരുന്നു ഗെയിലിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 204.9 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 9-ന് ശേഷം തുടർച്ചയായിട്ടൊരു നെഗറ്റീവ് ടോണിൽ തന്നെയാണ് ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 5 ട്രേഡിംഗ് സെഷൻസിനായിട്ട്. ഗെയിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗെയിലിന്റെ കേസിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് വളരെ ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 208ന്റെ റെസിസ്റ്റൻസ് ആയിരിക്കണം ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 208ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 216 ആയിരിക്കും. 216ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 230 രൂപയിലേ കാണുന്നുള്ളൂ.
ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വസ്റ്റ്യൻസുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിലാദ്യമായിട്ട് കിരൺ എന്ന പ്രേക്ഷകൻ ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെലിവറിയിൽ താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വിലയിരുത്തൽ എന്താണ്? ഡെലിവറിയുടെ കേസിലും നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. ബട്ട് ഈ സ്റ്റോക്കിൽ ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ 420 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ 358 രൂപയിലായിരിക്കണം നമ്മുടെ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മധു എന്ന പ്രേക്ഷകൻ PVR ഐനോക്സുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. PVR ഐനോക്സ് കഴിഞ്ഞ ദിവസം 0.3% നേരിയൊരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡിസംബർ 4 മുതൽ തുടർച്ചയായിട്ടൊരു നെഗറ്റീവ് ടോണിലാണ് ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. PVR ഐനോക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി PVR ഐനോക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഇതിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഔട്ട്സിലും കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 1420 സപ്പോർട്ടായിരിക്കണം ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സജാദ് എന്ന പ്രേക്ഷകൻ സ്കൈ ഗോൾഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്കൈ ഗോൾഡിന്റെ ഓഹരികൾ കഴിഞ്ഞ ദിവസം 2.5% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കൈ ഗോൾഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഈ സ്കൈ ഗോൾഡ് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ട്രേഡിൽ നമുക്കൊരു ഓൾ ടൈം ഹൈ നൽകിയിരുന്നു. ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ളൊരു കാര്യം മറക്കരുത്. ഒത്തിരി നേട്ടം ഇത് കഴിഞ്ഞ ഏപ്രിലിന് ശേഷം നമുക്ക് നൽകിയൊരു സ്റ്റോക്കായത്. അല്പം ഓവർ ബോട്ടായിട്ട് ഈ സ്റ്റോക്കിന് ഞാൻ വിലയിരുത്തുന്നത്. കൈവശം നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 4000 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിൽ ലിക്വിഡിറ്റി കുറവാന്നുള്ളൊരു കാര്യം മറക്കരുത്. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ജിൻഡാൽ പോളിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജിൻഡാൽ പോളി കഴിഞ്ഞ ദിവസം 1.05% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജിൻഡാൽ പോളി ഫിലിംസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ജിൻഡാൽ പോളിയുടെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ നല്ല പോസിബിലിറ്റീസ് കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 985 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പുതിയ ലോങ് പൊസിഷൻസ് അഗെയിൻ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ പരാഗ് മിൽക്ക് ഫുഡ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ജിതിൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു നോട്ടിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 207.19 എന്ന നിലയിൽ. പരാഗ് മിൽക്ക് ഫുഡ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പരാഗ് വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് പരാഗിന്റെ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 190 രൂപയിലായിരിക്കും നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. രാജൻ എന്ന പ്രേക്ഷകൻ കിറ്റക്സ് ഗാർമെന്റ്സുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 5% നിലയിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിറ്റക്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കിറ്റക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടെ ഇത്രയും വലിയ നേട്ടം നമുക്ക് നൽകിയതിനെ തുടർന്ന് ഇതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് പോസിബിലിറ്റി ഉണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 200 രൂപയിലായിരിക്കും സ്റ്റോപ്പ്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ NTPC ഗ്രീനുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ശിവപ്രസാദ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസം 0.4% നേട്ടത്തിലായിരുന്നു NTPC ഗ്രീനിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരുന്നത്. NTPC ഗ്രീനിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വയ്ക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? NTPC ഗ്രീൻ ലിസ്റ്റ് ചെയ്യപ്പെട്ട് ഏതാണ്ട് ഒരു 2 ആഴ്ചയായിട്ടുള്ളൂ. സോ ഇതിൽ കാര്യമായിട്ടൊരു ട്രേഡിംഗ് ഹിസ്റ്ററി ഒന്നും തന്നെ ഇല്ല. നമുക്ക് ലിസ്റ്റിംഗിന് ശേഷം നല്ല നേട്ടം നൽകിയൊരു സ്റ്റോക്ക് NTPC ഗ്രീൻ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ 135 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
യെസ്, മറ്റൊരു പ്രേക്ഷകൻ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 1.5 മാസം മാത്രമാണ് ആയിരിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം 0.5% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 522.9 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അഫ്കോൺ ഇൻഫ്രയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അഫ്കോണിന്റെ കേസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 510 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിന്റെ നിലവിലുള്ള ഓൾ ടൈം ഹൈ അറൗണ്ട് 560 രൂപ. ആ ഒരു ലെവലിൽ എത്തുമ്പോഴേക്കും നമ്മൾ അല്പം വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. മറ്റൊരു പ്രേക്ഷകൻ ബൊറോസിൽ റിന്യൂവബിൾസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ബൊറോസിലിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ കഴിഞ്ഞ ദിവസം 0.6% നേട്ടത്തിൽ 596.7 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സത്യജിത്ത് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. ബൊറോസിൽ റിന്യൂവബിൾസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബൊറോസിൽ റിന്യൂവബിൾസിന്റെ കേസിൽ നമുക്ക് ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിന് മുതൽ തന്നെ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. കറന്റ് ലെവൽസിൽ വീക്ക്നെസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഒരു പ്രേക്ഷകൻ ONGCയുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. വർഗീസ് എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.37% നേട്ടത്തിൽ 255 രൂപ എന്നൊരു നിലയിലാണ് ONGCയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ONGCയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ONGC അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. 270 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് 290 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നു. ഓയിൽ മാർക്കറ്റിംഗ് മേഖലയിൽ നിന്ന് IOCയുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വറി കൂടി എത്തിയിട്ടുണ്ട്. ജസ്വിൻ എന്ന പ്രേക്ഷകനാണ് ചോദിച്ചിരിക്കുന്നത്. IOC കഴിഞ്ഞ ദിവസം 2% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, 134.32 എന്ന നിലയിൽ. IOCയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? IOCയുടെ കേസിൽ നിലവിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് IOCയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഒത്തിരി ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് 150 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 165 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് ലെവൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. വിഷ്ണു എന്ന പ്രേക്ഷകൻ ബജാജ് ഹൗസിംഗ് ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.19% നേരിയ ഇടിവിലായിരുന്നു ബജാജ് ഹൗസിംഗ് ഫിനാൻസ് ക്ലോസ് ചെയ്തിരുന്നത്, 132.5 എന്ന നിലയിൽ. ബജാജ് ഹൗസിംഗ് ഫിനാൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ കേസിൽ നമുക്ക് നവംബർ 3rd വീക്കിന് ശേഷം ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ there's a high possibility that ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കുമെന്ന്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 124 രൂപയിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 140 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു പ്രേക്ഷകൻ ടാറ്റ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ ടെക്നോളജിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ടാറ്റ ടെക്കിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. നവംബർ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട് അറൗണ്ട് 930 രൂപയ്ക്ക് അടുത്ത്. അവിടെ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു ട്രിഗർ ലഭിക്കണമെങ്കിൽ 980 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് മേജർ റെസിസ്റ്റൻസ് 1020 രൂപ. 1020, 1040 ഈ റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ഒരു പ്രേക്ഷകൻ JK ടയറുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. JK ടയർ കഴിഞ്ഞ ദിവസം വളരെ ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, 408.7 എന്ന നിലയിൽ. JK ടയറിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
JK ടയറിന്റെ കേസിലും നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് 410 425 ഈ ഒരു റേഞ്ചിലെ മേജർ റെസിസ്റ്റൻസിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഒരു 400 405 റേഞ്ചിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നില്ല. ഇൻഫാക്ട് നമ്മൾ ടയർ ഇൻഡസ്ട്രി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ MRFന്റെ കേസിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. MRFന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. MRFന്റെ കേസിൽ 1,34,000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 1,40,000 രൂപയിലായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സിയറ്റിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ സിയറ്റിന്റെ കേസിലും നവംബർ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. സിയറ്റിന്റെ കേസിലും കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. സിയറ്റിന്റെ കേസിലെ മേജർ സപ്പോർട്ട് 3,080 മേജർ റെസിസ്റ്റൻസ് ആയിട്ട് 3,360 രൂപ കാണാൻ സാധിക്കുന്നു. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകനായിട്ടുള്ള സെബാസ്റ്റ്യൻ ഗോദ്രേജ് അഗ്രോവേറ്റുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു ടേക്കാണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% നേട്ടത്തിൽ ക്ലോസ് ചെയ്യാൻ ഗോദ്രേജ് അഗ്രോവേറ്റ് ഓഹരികൾക്ക് സാധിച്ചിരുന്നു. ഗോദ്രേജ് അഗ്രോവേറ്റിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഗോദ്രേജ് അഗ്രോവേറ്റിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ഇമ്പോർട്ടന്റ് ഒരു റെസിസ്റ്റൻസ് 800 രൂപ. 800ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 840, അതിനുശേഷം 860. ഇൻട്രസ്റ്റിംഗ്ലി ഗോദ്രേജ് അഗ്രോവേറ്റിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച ഗുജറാത്ത് ഗവൺമെന്റ് പാം ഓയിൽ കൾട്ടിവേഷന് വേണ്ടി കുറച്ച് ലാൻഡ് അലോട്ട് ചെയ്തിട്ടുണ്ടെന്നൊരു വാർത്ത വന്നിരുന്നു. സോ ആ ഒരു വാർത്ത പഠിക്കുന്നത് നന്നായിരിക്കും. യെസ്, അതിനോടൊപ്പം തന്നെ തങ്കമ്മ ചാക്കോ എന്ന പ്രേക്ഷക ഇപാക് ഡ്യൂറബിൾ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 4.99% നേട്ടത്തിൽ 460.7 എന്ന നിലയിൽ ഒരു അപ്പർ സെക്യൂർഡ് നിലയിലായിരുന്നു ഇപാക് ഡ്യൂറബിൾ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപാക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഇപാക്കും അടുത്ത കാലത്തായിരുന്നു ലിസ്റ്റ് ചെയ്ത്, ഓൾമോസ്റ്റ് ഒരു 5-8 മാസമായി ലിസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം ഒത്തിരി നേട്ടം നൽകിയൊരു സ്റ്റോക്കാണ് ഇപാക്. അറ്റ് ദ മൊമെന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിൽ കാണുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഇതൊരു സ്മോൾ ക്യാപ് സ്റ്റോക്കും കാര്യമായിട്ട് ലിക്വിഡിറ്റി ഈ സ്റ്റോക്കിലില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മെയിൻറ്റെയിൻ ദ പൊസിഷൻ 390 നമ്മൾ സ്റ്റോപ്പ്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അഡ്വൈസ് ചെയ്യുന്നുമില്ല. യെസ്, അതിനോടൊപ്പം തന്നെ ഉമ എന്ന പ്രേക്ഷക ഭാരതി എയർടെലുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 6% നേട്ടം രേഖപ്പെടുത്താൻ ഭാരതി എയർടെൽ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഭാരതി എയർടെലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? എക്സ്ട്രീംലി ബുള്ളിഷ്. സെപ്റ്റംബർ മാസത്തിൽ നിഫ്റ്റി 50യോടൊപ്പം തന്നെ കറക്ഷൻ നേരിട്ടൊരു സ്റ്റോക്ക് ഭാരതി എയർടെൽ. നിഫ്റ്റി 50 ഇൻഡെക്സിന് താങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മേജർ സ്റ്റോക്ക് ഭാരതി എയർടെൽ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1740. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാം. ഒന്നിലധികം പ്രേക്ഷകർ വിവിധ അദാനി ഗ്രൂപ്പിലുള്ള ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ആദ്യമായിട്ടൊരു പ്രേക്ഷകൻ അദാനി എനർജി സൊല്യൂഷൻസിലുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 1% നേട്ടം രേഖപ്പെടുത്താൻ അദാനി എനർജി സൊല്യൂഷൻസിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അദാനി എനർജിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അദാനി എല്ലാ സ്റ്റോക്സിലും കഴിഞ്ഞ 2-3 ആഴ്ചക്കിടെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അദാനി എനർജിയുടെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് ഒരു മേജർ റെസിസ്റ്റൻസ് 890 രൂപയിലാണ് കാണുന്നത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. പിന്നീടുള്ള റെസിസ്റ്റൻസ് 1000 രൂപയിലായിരിക്കും. 1000ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. യെസ്, അതിനോടൊപ്പം തന്നെ അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 1.5% ഇടിവിലായിരുന്നു അദാനി ടോട്ടൽ ഗ്യാസിന്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരുന്നത്. അദാനി ടോട്ടൽ ഗ്യാസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്?
അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 690 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു സ്റ്റോക്കിലും ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ മാത്രം ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന്റെ ഇമീഡിയറ്റ് നമുക്ക് ബുള്ളിഷ് ട്രിഗർ ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി കാണാൻ സാധിക്കുന്ന 770 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 840, 865 ആയിരിക്കും. 865 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ പോകുന്നുള്ളൂ. ബന്ധപ്പെട്ട ഒരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. സ്വാൻ എനർജി കഴിഞ്ഞ ദിവസം 2% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്വാൻ എനർജിയിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ ഫോക്കസിൽ വെക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്വാൻ എനർജിയുടെ കേസിലും നമുക്ക് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒത്തിരി നേട്ടം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിൽ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു ക്ലോസിംഗ് നടത്തിയത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്കിലും വീക്ക്നെസ് നമുക്ക് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 738 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിൽ അഗെയിൻ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. യെസ്, താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ നമ്മളുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ധാരാളം പ്രേക്ഷകർ ക്വയറീസ് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. പ്രദീപ് സാർ ജോയിൻ ചെയ്യുന്ന സമയത്ത് വീണ്ടും ഈ ക്വയറീസ് എല്ലാം തന്നെ അദ്ദേഹത്തോട് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനങ്ങൾക്ക് ശേഷവും ഒപ്പം ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ സഹായം തേടിയതിനു ശേഷവും മാത്രം നിക്ഷേപം നടത്തുക. ഏതായാലും മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് അപ്ഡേറ്റ്സും എക്സ്പേർട്ട് ഒപ്പീനിയനും ബ്രോക്കറേജ് റിപ്പോർട്ടുകളും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.